ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, തപസ്സുകാലം 5-ാം ഞായറിൽ സഭ വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗം യോഹന്നാൻ 8-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളാണ്. ഈ വചനഭാഗത്ത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥയാണ് നാം ശ്രവിക്കുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവ കഥയുടെ വാക്യഘടനയും രചനാശൈലിയും പദസമ്പത്തും പരിചയപ്പെടുമ്പോൾ യോഹന്നാൻ എഴുതിയ 4-ാം സുവിശേഷത്തിൽ ഈ വിവരണത്തെ ഉൾപ്പെടുത്തുവാൻ കഴിയുകയില്ലെന്നാണ് പണ്ഡിത അഭിപ്രായം. ഈ വിഷയത്തെ സംബന്ധിക്കുന്ന ഘടകങ്ങൾക്ക് ഗവേഷണ സ്വഭാവമുള്ളതിനാലും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതിനാലും ഇതിലേക്ക് നാം കൂടുതൽ കടക്കുന്നില്ല. അതിലുപരി ഈ സംഭവത്തിൻ്റെ പൊരുൾ എന്തെന്ന് ഗ്രഹിക്കുവാൻ തക്ക വിധം ചിന്തിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. കഥയുടെ പശ്ചാത്തലം ദേവാലയ അങ്കണമാണ്. സാധാരണയായി യേശു ജനങ്ങളെ പഠിപ്പിക്കുവാൻ തിരഞ്ഞെടുത്തിരുന്ന ഇടം ദേവാലയവും അതിൻ്റെ ചുറ്റുപാടുകളുമായിരുന്നു. അപ്രകാരമുള്ള ഒരു പഠനവേദിയിൽ നിയമജ്ഞരും ഫരീസേരും ഒരു നിയമപ്രശ്നത്തിന് പരിഹാരമെന്നോണം വ്യഭിചാരത്തിൽ കുറ്റാരോപിതയായ സ്ത്രീയെ യേശുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിന് മുൻപിൽ വിചാരണയ്ക്കായി നിർത്തപ്പെടുന്ന ഈ സ്ത്രീയുടെ കാര്യത്തിൽ ക്രമരഹിതമായ ധാരാളം ഘടകങ്ങൾ കണ്ടെത്താനാകും. ഒന്ന്, പഴയ നിയമം നിഷ്കർഷിക്കുന്ന പ്രകാരം നിയമാവർത്തന പുസ്തകം 17:6 കുറ്റം ആരോപിക്കപ്പെട്ടവരുടെ വിചാരണ വേളയിൽ 2-3 സാക്ഷികൾ അവർക്കെതിരെ ആവശ്യമായിരുന്നു. എന്നാൽ നിയമജ്ഞരും ഫരീസയരും ഹാജരാക്കിയ ഈ സ്ത്രീയുടെ കാര്യത്തിൽ സാക്ഷികളുടെ പിൻബലം ഉണ്ടായിരുന്നില്ല. അതിനാൽ ഈ സംഭവത്തിൻ്റെ നിയമസാധുതയെ വിലയിരുത്തുവാൻ യേശുവിന് കഴിയുന്നില്ല. 2, നിയമജ്ഞരും ഫരീസയരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീ മാത്രം വധശിക്ഷയ്ക്ക് അർഹയാകുന്നു എന്ന വ്യാഖ്യാനം മോശയുടെ നിയമത്തിന് നൽകാൻ ശ്രമിക്കുകയാണ്. കാരണം സ്ത്രീയെ മാത്രം കുറ്റവിധേയമാക്കിയപ്പോൾ തുല്യ പാപം പങ്കിട്ട പുരുഷനെ അവർ ഒഴിവാക്കുകയാണ്. എന്നാൽ മോശയുടെ നിയമപ്രകാരം സ്ത്രീയും പുരുഷനും വിധിക്കപ്പെടേണ്ടവരാണ്. ലേവ്യരുടെ പുസ്തകം 20:10. മൂന്നാമതായി, നിയമജ്ഞരും ഫരീസയരും യേശുവിനെ സമീപിച്ചത് നിയമത്തിൻ്റെ സാധ്യത തേടിയായിരുന്നില്ല, മറിച്ച് വ്യാഖ്യാനത്തിൻ്റെ പഴുതുകളിലൂടെ യേശുവിനെ കൊടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. തന്നെ സമീപിച്ചവരുടെ ശുദ്ധ ലക്ഷ്യം മനസ്സിലാക്കുന്ന യേശു അവരോട് പ്രത്യുദ്ധരിക്കുന്നതാണ് സുവിശേഷകൻ തുടർന്ന് വിവരിക്കുന്നത്. 2 ഘട്ടമായിട്ടാണ് യേശു പ്രതികരിക്കുന്നത്. ഒന്ന്, നിയമജ്ഞരോടും ഫരീസയരോടും സ്ത്രീയോടും. 2 യേശു മൂകവും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. മൂകവും നോൺ വെർബൽ, ഉച്ചരിക്കപ്പെടുന്നതുമായ വെർബൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു. ഈ 2 രീതിയിൽ ആശയവിനിമയം യേശു നടത്തുന്നു. നിയമജ്ഞരുടെയും ഫരീസയരുടെയും നിഗൂഢ ചോദ്യം മുഖവിലക്കെടുക്കുവാനോ താലോലിക്കുവാനോ യേശു തയ്യാറാകുന്നില്ല എന്നതാണ് ആദ്യത്തെ മൂകഭാഷ, നിലത്തെഴുത്ത്. കാരണം യേശുവിൻ്റെ കാലത്ത് മധ്യധരണിയിൽ നിലത്ത് എഴുതുന്ന പ്രവൃത്തി, ഇൻ ദ മെഡിറ്ററേനിയൻ ടൈം, നിലത്തെഴുതുന്ന പ്രവൃത്തിയെ എന്തിനോടുമുള്ള അസ്വീകാര്യതയെയും നീരസത്തെയും സൂചിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ഉത്തരം കൊടുക്കുവാനുള്ള നിസ്സഹകരണം മനസ്സിലാക്കിയ നിയമജ്ഞരും ഫരീസയരും വീണ്ടും യേശുവിനോട് ഉത്തരത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. തൽഫലമായി യേശു ശിരസ്സുയർത്തി മൗനം വെടിഞ്ഞ് ചിന്തകൾക്ക്
വാക്കുകൾ നൽകുന്നു. ഇവിടെയും അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായല്ല അവിടുത്തെ വാക്കുകൾ പ്രവഹിക്കുന്നത്. നിയമങ്ങൾ തീർക്കുന്ന കുരുക്കുകൾ അഴിക്കുന്നതിന് പകരം എല്ലാ നിയമങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന വിധിവാക്യം ഉച്ചരിക്കുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഇവിടെ പ്രയോഗിക്കപ്പെടുന്ന പാപം എന്ന വാക്കിന് ബഹുമുഖമാനങ്ങൾ കൽപ്പിക്കുവാൻ കഴിയും. യേശുവിന് മുൻപിൽ അണിനിരന്നവരെല്ലാം ഏതെങ്കിലും വിധത്തിൽ പാപികളാണെന്നും അവരിൽ ചിലർ പിടിക്കപ്പെട്ട സ്ത്രീയോടൊപ്പം പാപത്തിൽ പങ്കാളികളായിരുന്നുവെന്നും ഇത് അർത്ഥമാക്കാം. എന്നാൽ 4-ാം സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം പാപം എന്നത് ദൈവത്തിൻ്റെ വചനമായ യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നതാണ്. തൻ്റെ പ്രത്യുത്തരത്തിൻ്റെ 1-ാം ഭാഗത്തെ വിധിവാചകം ഉച്ചരിച്ചതിന് ശേഷം വീണ്ടും യേശു കുനിഞ്ഞ് നിലത്ത് എഴുതുന്നു. രണ്ടാമതും നിലത്ത് എഴുതുന്നതിലൂടെ നിയമജ്ഞരോടും ഫരീസയരോടും യേശുവിന് ഈ വിഷയവുമായി ബന്ധപ്പെടാൻ ഒന്നുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. യേശുവിന് മുൻപിൽ അണിനിരന്നവരുടെ തിരിച്ചുപോക്ക് അവിടെ കൂടിയിരുന്നവരെല്ലാം പാപികളായിരുന്നുവെന്ന് തെളിയിക്കുകയാണ്. അവർ ഏതെങ്കിലും വിധത്തിൽ പാപികളായിരുന്നുവെന്നോ അവരിൽ ചിലർ വ്യഭിചാരികളായിരുന്നുവെന്നോ എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ വചനമായ യേശുവിനെ സ്വീകരിക്കാത്തവരുമായി അവർ നിലകൊണ്ടു എന്നതും അർത്ഥമാക്കുന്നു. യേശുവിന്റെ ചുറ്റും അണിനിരന്നവരിൽ ആദ്യം പിൻവാങ്ങിയത് മുതിർന്നവരായിരുന്നുവെന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. സമൂഹത്തിൽ പ്രായമേറിയ വിലയും നിലയുമുള്ളവർ പോലും പാപികളായിരുന്നുവെന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഒരു കേസിന്റെ വിചാരണയ്ക്ക് ശേഷം ആദ്യം തീരുമാനം അറിയിക്കേണ്ടവർ ആലോചന സംഘത്തിലെ മുതിർന്നവരായിരുന്നു. മുതിർന്നവർ പോലും വിധി തീരുമാനം അറിയിക്കാൻ വിസമ്മതിച്ചുവെന്ന് തന്നെ ഇത് അർത്ഥമാക്കുകയാണ്. യേശുവും സ്ത്രീയും മാത്രം അവശേഷിക്കുമ്പോൾ അത്രയും നേരം കപാലികയെന്ന് മുദ്രകുത്തപ്പെട്ടവളെ യേശു തല ഉയർത്തി സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നു. പ്രസ്തുത സംബോധനയിലൂടെ അവഹേളിക്കപ്പെട്ടവൾ സ്ത്രീ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ആരും വിധിക്കാത്തവളെ യേശുവും വിധിക്കുന്നില്ല. തന്നിമിത്തം സമൂഹത്തിലെ അസ്വീകാര്യതയുടെ തലത്തിൽ നിന്നും സ്വീകാര്യതയുടെ ഒരു തലത്തിലേക്ക് അവൾ പ്രവേശിക്കുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആരുടെയും പൂർവ്വകാലമല്ല പ്രാധാന്യം അർഹിക്കുന്നത്. എന്നാൽ തുടർന്നുള്ള പ്രയാണത്തിൽ പാപരഹിതമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. ഇനിമേൽ പാപം ചെയ്യരുത് എന്ന താക്കീത് അവൾക്ക് മാത്രമല്ല, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഭൂതകാല തിക്താനുഭവങ്ങളെ നിരന്തരം കീറിമുറിച്ച് അതിൽ ആഴ്ന്നിറങ്ങി വർത്തമാനവും ഭാവിയും നഷ്ടപ്പെടുത്തുന്നവരാണ് നാം ഏറെയും. എന്നാൽ ദൈവം നമുക്ക് മുൻപിൽ വച്ചു നീട്ടുന്നത് ഭൂതകാല ബന്ധത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ഭംഗിയുള്ള ഭാവി കാലത്തിലേക്കുള്ള പന്ഥാവുമാണ്. ദൈവം നമുക്കായി തെളിയിച്ച വഴി വിവേചിച്ചറിയുക എന്നതാണ് നമ്മുടെ ദൗത്യം. സംഭവങ്ങളെ വൈകാരികമായി വിശകലനം ചെയ്യുന്നതിനേക്കാൾ അവയെ വിചാരം കൊണ്ട് വിലയിരുത്തുന്നവനാണ് യഥാർത്ഥ വിവേകി. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.